വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രഷ് ടോപ്പിക്കാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഖുർആൻ ജേർണലിങ്ങിനെ പറ്റിയാണ്. ഖുർആൻ ജേർണലിങ് എല്ലാവർക്കും അറിയാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാനും ഇത് റീസെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്. നോർമലി നമ്മൾ വിൻറ്റേജ് ജേർണലിങ്, ബുള്ളറ്റ് ജേർണലിങ്, ആർട്ട് ജേർണലിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഖുർആൻ ജേർണലിങ് ആദ്യമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം. റമദാൻ ആകാൻ ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ അല്ലേ. 1 വീക്ക് കഴിഞ്ഞാൽ റമദാനായി. അപ്പോൾ റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് നമ്മൾ ഈ ഒരു ഖുർആൻ ജേർണലിങ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് എന്താ പറയുക, അള്ളാഹിനോടും ഖുർആനോടുള്ള നമ്മളൊരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയ 3 ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് ഖുർആൻ ജേർണലിംഗ് എന്ന്, പിന്നെ എങ്ങനെയാണ് ഖുർആൻ ജേർണലിംഗ് ചെയ്യുന്നതെന്ന്. എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതെങ്ങനെ ചെയ്യണം എന്നറിയണമല്ലോ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഖുർആൻ ജേർണലിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, അതായത് നമുക്കിതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കണം കേട്ടോ. അതായത് നിങ്ങളിത് ചെയ്യണമെന്ന് റബ്ബ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അള്ളാഹ് അവന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഹിദായത്ത് നൽകുള്ളൂ എന്നാണല്ലോ. അപ്പോൾ നിങ്ങളും ആ ഒരു ഇതിൽ പെടുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് റബ്ബ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാനങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യാമെന്ന് സ്റ്റാർട്ടായത്. അതാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. ഞാൻ ഇതുപോലത്തെ ഖുർആൻ ജേർണലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം, കാരണം ഇതിനു മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി അങ്ങനെ അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണ്. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മന്താണല്ലോ റമദാനിൽ നമ്മൾ ഒന്നുകൂടിയും നമ്മളെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ചൊരു സ്പിരിച്വൽ ഇതിലേക്ക് പോകുന്ന ടൈമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത് റമദാനിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നല്ല കേട്ടോ. നമ്മളിതെപ്പോൾ കാണുകയാണോ, എപ്പോൾ നമ്മൾ മൈൻഡിലേക്ക് ചെയ്യണമെന്ന് തോന്നുകയാണോ അപ്പോൾ ചെയ്ത് തുടങ്ങുക. പിന്നെ ഇത് ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊരു റുട്ടീനായിട്ട് ഇങ്ങ് വന്നോളൂ. ഇനി നമുക്ക് എന്താണ് ഖുർആൻ ജേർണൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഖുർആൻ ഒരു സൂറത്ത് ഓതുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡീപ്പായ മീനിങ് മനസ്സിലാക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഖുർആൻ ജേർണലിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. അപ്പോൾ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഒരു പീസ്ഫുള്ളായ ആംബിയൻസൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ നമ്മൾ പൊലിച്ചൊക്കെ എന്തായാലും എണീക്കുമല്ലോ. ആ ഒരു പൊലിച്ചൊക്കെ എണീച്ച് അത്താഴമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആകുമ്പം അത്യാവശ്യം നല്ല സമയമായിരിക്കും. അങ്ങനെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു പെന്നും ബുക്കും എടുക്കുക. അതുപോലെ ഫിസിക്കൽ ബുക്ക് ഇല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ ലാപ്പിലോ മാക് ബുക്കിലൊക്കെ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ബുക്കും പെന്നും എടുത്തിട്ട് എഴുതി വെക്കുന്നതാണ് കേട്ടോ. ഡിജിറ്റലി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്കിതാകുമ്പോഴാണ് കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ് ആവുക. ഇനി നമ്മളൊരു സൂറത്ത് തിരഞ്ഞെടുക്കുക. എന്നെപ്പോലെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ സൂറത്ത് വെച്ച് തുടങ്ങുന്നതാണ് ബെറ്റർ. അതായത് സൂറത്ത് ഫാത്തിഹ, സൂറത്തുൽ ഫലക്ക്, സൂറത്ത് നാസ്, അങ്ങനത്തെ ഒക്കെ ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ സൂറത്ത് തുടങ്ങി വലിയ വലിയ സൂറത്തിലേക്ക് നമുക്ക് എത്താനാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സൂറത്തിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നതാണ്. എക്സ്പ്ലനേഷൻ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാത്തിഹ സൂറത്താണ് നോക്കുന്നതെങ്കിൽ തഫ്സീർ സൂറത്തുൽ ഫാത്തിഹ എന്ന് അടിച്ചു കൊടുത്താൽ വരും. ഇനി ഗൂഗിളിലാണെങ്കിൽ നമ്മൾ ഖുർആൻ.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിൽ കയറിയാൽ ഈ ഖുർആൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഏത് സൂറത്താണോ എടുക്കുന്നത് അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടി. ഇനി നമ്മൾ അതിലെ ആയത്തുകളും അതിൻ്റെ അർത്ഥവും എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ സൂറത്ത് ഫാത്തിഹ ആണ് എടുക്കുന്നതെങ്കിൽ ഫാത്തിഹൻ്റെ ഓരോ ആയത്തുകൾ അറബിയിലുള്ള ആയത്ത് എഴുതുക. എന്നിട്ട് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കി എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് വേഗം ബൈഹാർട്ടാക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സൂറത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ സൂറത്ത് ഓതുമ്പോൾ ഈ അർത്ഥം കൂടെ നമ്മളെ മൈൻഡിലേക്ക് വരും. അപ്പോൾ നിസ്കാരത്തിലെ ശ്രദ്ധയൊന്നും തെറ്റിപ്പോവില്ല. ഇനിയിപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു അർത്ഥം ഉണ്ടാവുമല്ലോ, ഓരോ ആയത്തുകളെ അർത്ഥം നമ്മൾ എഴുതി വെച്ചേക്ക്. ഇനി അതിൽ ശരിക്കുള്ള മീനിങ് എന്താണെന്ന്, അതിപ്പം ഡയറക്റ്റായിട്ടുള്ള മീനിങ് ആയിരിക്കില്ലല്ലോ അതിലുണ്ടാവുക. നമ്മൾ നല്ലപോലെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിലെന്താണ് റബ്ബ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്.
അപ്പോൾ നമ്മൾ നല്ലോണം ചിന്തിച്ച് ആ ഒരു ആയത്തിനെ നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാവും. ഇനിയിപ്പം എങ്ങനെയാണ് ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്ന് അറിയില്ലെങ്കിൽ ഞാനിപ്പം പറയുന്ന ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റിയാൽ നമുക്ക് കുറച്ചൊക്കെ റെഡിയാക്കാം. അതായത് എന്തുകൊണ്ടാണ് ഈ സൂറത്തിനെ റബ്ബ് ഇറക്കിയത്, ആ ഇറക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണ്. പിന്നെ ഈ ഒരു ആയത്തിൽ അല്ലെങ്കിൽ സൂറത്തിൽ അള്ളാഹ് എന്നോട് എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അതിലുണ്ടാവും, അതെന്താണെന്ന് നോക്കുക. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഇമോഷനാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ എനിക്കിത് നമ്മളെ ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അങ്ങനെ നമ്മൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ അതൊരു ദുആ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, അത് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. പിന്നെ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്രിയേറ്റിവിറ്റി ഇതിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അതായത് നമ്മൾ നല്ല കാലിഗ്രഫിയൊക്കെ യൂസ് ചെയ്ത് ഖുർആൻ ജേണൽ എന്നൊക്കെ എഴുതി, ഇപ്പോൾ സൂറത്ത് ഫാത്തിഹ ആണെങ്കിൽ സൂറത്ത് ഫാത്തിഹ എന്ന ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല കളേഴ്സും ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോട്ട് എഴുതുന്ന മാതിരി തന്നെ എഴുതി പോയാലും മതി. ഇനി ഖുർആൻ ജേണലിങ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം പറയാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ജസ്റ്റ് വായിച്ച് പോകുകയല്ലാണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്കാരത്തിൽ ശ്രദ്ധ തെന്നി മാറുന്നത് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ വായ കൊണ്ട് സൂറത്ത് ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ മൈൻഡിലേക്ക് തന്നെ തനിയെ വന്നോളും. അപ്പോൾ നമ്മൾ നിസ്കാരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ ഇല്ലായ്മയൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. അള്ളാൻ്റെ വാക്കുകൾ കൂടുതൽ മനസ്സിലാക്കാനും അത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ മൈൻഡിന് തന്നെ ഒരു റിലീഫ് കിട്ടും, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടും നമ്മളിതിങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു റുട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ. അപ്പോൾ ഖുർആൻ ജേണലിങ് എന്താണെന്ന് പറഞ്ഞു, ഇനി നമ്മളത് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു, അതിൻ്റെ സ്റ്റെപ്പുകൾ, പിന്നെ അത് ചെയ്താൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് തന്നെ സൂറത്ത് ഫാത്തിഹ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു മോഡലാണ് കേട്ടോ, എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം. സൂറത്ത് ഫാത്തിഹ എന്ന് ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അതേ ഒരു കാലിഗ്രഫി രീതിയിലാണ് എഴുതിയത്. പിന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ സൈഡിൽ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആക്കി വെച്ചിട്ട് ഈ ഫാത്തിഹേൻ്റെ പ്രത്യേകതകൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഹൈലൈറ്റർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ സൂറത്ത് ഫാത്തിഹ മക്കയിലാണ് റിവീൽ ചെയ്തിട്ടുള്ളതെന്നും, പിന്നെ ഫാത്തിഹേൻ്റെ പേരുകൾ, ഫാത്തിഹ ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്നുണ്ട്, അൽ ഷിഫ എന്നറിയപ്പെടുന്നുണ്ട്. ഷിഫ മീൻസ് ക്യുവർ, നമ്മളെ ഒരു രോഗശമനത്തിനുള്ള കാര്യത്തിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഓരോ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് സൈഡ് ഇതാണ്, ഇത് 2 സെക്ഷനായിട്ട് 2 കളർ തീമിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില വാക്കുകളിൻ്റെ മീനിങ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ആ വാക്കുകളൊന്ന് ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രാൻസ്ലേഷൻസ് ഒക്കെ എങ്ങനെ എടുക്കുകയെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്, അപ്പോൾ ഞാൻ വേറൊരു ഫോൺ എടുത്തിട്ടാണ് ഇതിൽ ഈ ഒരു സൈറ്റിൻ്റെത് കാണിച്ചിരുന്നത്. ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ പോയിട്ട് Quran.com അടിച്ചു കൊടുക്കുക, അപ്പോൾ ഒരു സൈറ്റ് വരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ സൂറത്തുകളെ ലിസ്റ്റ് ഉണ്ട്, അതിൽ ഫാത്തിഹ എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഫാത്തിഹയിലെ ഫസ്റ്റ് ആയത്ത്, സെക്കൻഡ് ആയത്ത്, അങ്ങനത്തെ ആയത്തുകളെ എണ്ണത്തിൻ്റെത് കാണാം. അപ്പോൾ ഫസ്റ്റ് ആയത്തിൻ്റെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് നോക്കാം. പിന്നെ ആ മീനിങ് ഉള്ളതിൻ്റെ സൈഡിൽ ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കുറച്ചുകൂടിയുള്ള എക്സ്പ്ലനേഷൻ കാണാം. പിന്നെ ആ സൈഡിൽ കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ കുറേ റെഫറൻസ് നമുക്ക് കിട്ടും. ഈ ഒരു ബുക്കിൻ്റെ സിമ്പൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും, വിച്ച് വാസ് റിവീൽഡ് ഇൻ മക്ക. അപ്പം ഞാൻ സൈഡിൽ നോട്ടായിട്ട് കൊടുത്ത കാര്യങ്ങളില്ല, അതൊക്കെ ഇവിടെ കാണാം. ഫാത്തിഹൻ്റെ ഡിഫറെൻറ്റ് പേരുകൾ, അതുപോലെ അതിനെ പറ്റിയിട്ടുള്ള പല ഹദീസുകളൊക്കെ ഇവിടെ കാണാം. ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് കേട്ടോ. ഈ ഖുർആൻ ജേണലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്താൽ നമുക്ക് കുറേ റെഫറൻസുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റമദാനിനെ വരവേക്കാൻ വേണ്ടിയിട്ട് കുറേ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അതായത് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ പുറത്ത് കാണുന്ന കാര്യങ്ങളാണ്. ഇനി അകത്തുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കണമെങ്കിൽ, അതായത് നമ്മളും നമ്മളെ റബ്ബും മാത്രം കാണുന്ന കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഇത് കേട്ടോ.
നിങ്ങൾ ഇതുവരെ ഖുർആൻ ചാനലിങ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു റമദാനിലൂടെ ചെയ്യാൻ തുടങ്ങുക. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അതിനുള്ള സൈന്. ഇനി നിങ്ങൾ ഖുർആൻ ചാനലിങ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സൂറത്ത് ഉണ്ടാവുമല്ലോ, ചെറിയ സൂറത്തായാലും വലിയ സൂറത്തായാലും ആ ഒരു സൂറത്ത് കമൻറ്റ് ചെയ്യുക. അപ്പം അത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.